മുരുക ഭഗവാൻ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഉള്ളൂ, അല്ലെങ്കിൽ ഞാനില്ല. ഞങ്ങള് രാത്രി ഒരു 11:30 കഴിഞ്ഞിട്ട് കേട്ടാ ഞങ്ങൾ ഇറങ്ങി അമ്പലത്തിനടുത്ത്, അമ്പലമൊക്കെ അടച്ചിട്ടുണ്ട്, കടലിനടുത്ത് നിശബ്ദമാണ്, പിന്നെ പുള്ളിരിട്ടാ പുറത്തേക്ക് നോക്കുമ്പോൾ ആരുമില്ല. അപ്പൊ നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞ തിരിയുടെ സമയത്ത് അവിടുന്ന് ഒരു തീ കാണുന്നുണ്ട്. അപ്പൊ സെന്തിൽ പറഞ്ഞ അവിടെ ആരും ഇരിക്കുന്നുണ്ട്. വാതിൽ തള്ളിയിട്ട് അവിടെ ഉള്ളിൽ പോയി നോക്കുമ്പോ ഒരു അങ്കോടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആളെ എന്നെ അവിടെ തിരുത്തി തലയോട്ടി വെച്ചു, പാലൊഴിച്ചിട്ട് രാത്രിയിൽ ഒരു വലിയൊരു പൂജ അവരുടെ സ്റ്റേയിൽ. കഴിഞ്ഞ മാസം ഞാൻ ഒരു യാത്ര അർമീനിയക്ക് കുമാരി കാണുന്ന സമയത്ത് വിട്ടുപോയി പറയാൻ. അങ്ങനെ വിട്ടുപോയ ഒരു ആൾക്കാരാണ് ഈ യശീദികൾ എന്ന് പറയുന്നത്. അവര് പ്രാർത്ഥിക്കുന്നത് മയിലിന്റെ മേലെ ഇരിക്കുന്ന ഒരു മാലാഖയാണ്. കാർത്തിക്സ്ഥാൻ വേണം എന്നുള്ളൊരു വാക്ക് അവർ ഉപയോഗിച്ചു. അത് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയണ പോലെ കാർത്തിക്സ്ഥാൻ. ഈ അമ്പലം പ്രതിഷ്ഠിച്ചതിന്റെ വാർഷികമാണ്. ലോകത്തുള്ള എല്ലാ യസീദികളും അവിടെ വരും. ഇറാഖിലത്തെ മെയിൻ പുരോഹിതനും അവിടെ വരുന്നത്. അതായത് ഭഗവാനെ നീ ഇവിടേക്ക് വന്നാൽ മതി, ലോകത്തുള്ള ആൾക്കാരെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞ പോലെ. ഈ അഗ്നിയാഗത്തിന് ശേഷം ഭാരതം ഏതൊരു ലെവലിലേക്ക് മാറും എന്നാണ് തോന്നുന്നത്? ഭാരതത്തിന്റെ ശത്രുക്കളൊക്കെ തകർന്നു തരിപ്പണം. ഇപ്പൊ നമ്മൾ LMRKയുടെ ഭാഗമായിട്ട് മുരുക ഭക്ത സംഗമങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ വട്ടം പഴനിയിൽ വെച്ച് നടന്ന സംഗമം, അവിടെ നമ്മൾ ഒരുപാട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്താണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുരുകസേനയെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് തന്നെയാണോ ലക്ഷ്യം? LMRKയുടെ നമ്മൾ മെയിൻ നേരത്തെ പറഞ്ഞ യാഗങ്ങളാണ്. അതാണ് നമ്മുടെ ഭാരതത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടികൾ. അതിന്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതോടൊപ്പം നമ്മൾ മെഡിറ്റേഷൻ പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ മെയിൻ ഡ്യൂട്ടികൾ അതാണ്. ഇപ്പൊ കഴിഞ്ഞ ഒക്ടോബർ ഈ കഴിഞ്ഞ മാസം മയൂരം 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂർ മെഡിറ്റേഷൻ പ്രോഗ്രാം നടത്തി. അത് 6000-ഓളം ആൾക്കാർ പങ്കെടുത്തു. അത് നമ്മൾ ക്ലോസ് ചെയ്തതാണ്. പിന്നെ ഒരു 10,000-15,000 വരാൻ തയ്യാറാണ്. നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് കാലത്ത് 3 മണി തൊട്ട് തുടങ്ങിയിട്ട് വൈകിട്ട് 6 മണി വരെ ഓരോ ബാച്ചായിട്ട് നടന്നു. അതിൽ കൂടുതൽ നടത്താൻ പറ്റാത്ത കാരണം 10,000-15,000 പേര് വരാൻ തയ്യാറാണ്. അപ്പോ നേരത്തെ പറഞ്ഞ ആ ഒരു യുവാക്കൾക്ക് അടക്കം വരുന്ന ഒരു എനർജി, ഒരു മൂവ്മെന്റ് ഉണ്ട്, മുരുക മൂവ്മെന്റ്. അപ്പൊ അതിന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാമാർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ വിഘടനവാദോ അതിലേക്കൊന്നും പോവാണ്ട് യുവാക്കളെ രാഷ്ട്ര സേവനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു ദൗത്യം. കാരണം ലഹരിയിലേക്കോ വിഘടനവാദത്തിലേക്കൊന്നും പോവാണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യമാണ് ലഹരി എന്നുള്ളൊരു ഇതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് എല്ലാമാർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിൽ കിട്ടിയ വലിയൊരു കാര്യമാണ്. അപ്പൊ അത്തരൊരു കാര്യം കൂടി ഇത്തരം സംഭവങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സംഗമത്തിന്റെ കാര്യം ഞാൻ എന്റെ ബുക്കില് യുഗപുരവിക്ക എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 6 യാഗമാണ് ഭഗവാൻ പറഞ്ഞത്. 4 കഴിഞ്ഞു, 5-ാമത്താണ് ഈ അഗ്നിയാഗം. അത് കഴിഞ്ഞ ടൈം യാഗമുണ്ട്. ആ സമയത്ത് ഓൾ വേൾഡ് മുരുക കോൺഫറൻസ്, അന്താരാഷ്ട്ര മുരുക സമ്മേളനം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരും മുരുക സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ 2 മുരുക സമ്മേളനം നടന്നു. ഒന്ന് DMK ഗവൺമെന്റ് നേരിട്ട് പഴനിയിൽ 3 ദിവസത്തെ മുരുക സമ്മേളനം നടത്തി. ആ മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദി മധുരയില് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത മുരുക സമ്മേളനം. ഇപ്പൊ നമ്മുടെ കേരളത്തില് ആദ്യത്തെ മുരുക സമ്മേളനം നടക്കുകയാണ്. ഹിന്ദു ധർമ്മ പരിഷത്താണ് അത് നടക്കുന്നത്. ജനുവരി 16, 17, 18. അവര് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് 3 ദിവസം. അപ്പൊ അവരുപയോഗിച്ച വാക്ക് മുരുകയുഗുന്ന. അപ്പൊ ആ ഒരു എന്താ പറയാ, ആൾക്കാരിലേക്ക് ആ ഒരു വേവ് എത്തി തുടങ്ങി. അതുകൊണ്ടാണ് ഇത്ര സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ ജനുവരിയിൽ നടക്കണ ആ മുരുക സംഗമം, അന്താരാഷ്ട്ര മുരുക സമ്മേളനം, അതൊരു ഗംഭീര വിജയമാണെന്ന് ഞാൻ സഹായിച്ചു. എന്തായിരിക്കും മുരുകയുഗത്തിൽ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്? കാരണം ഇത്രയും കാലം ജിജി പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഇനിയുള്ള ഭാവിയെ കുറിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ ഒരു കഴിവ് ഇല്ല. അവിടെ എനിക്ക് ഭഗവാൻ തരുന്ന കാര്യങ്ങൾ ഞാൻ പറയണു എന്നുള്ളൂ. അദ്ദേഹം പറയണത് ഞാൻ ചെയ്യണു, അതിന്റെ റിസൾട്ട് ഇന്നതാന്ന് അദ്ദേഹം പറഞ്ഞു, അത് ചെയ്യണം. അപ്പൊ ഞാനൊരു നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എഴുതിയ തിരക്കഥയിലെ ഒരു റോള് വഹിക്കണു എന്നുള്ളൂ. ഇനിയുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞു വളരെ വളരെ ഇമ്പോർട്ടന്റ് ഈ May 1 വരെ ഭാരതത്തിനെ സംബന്ധിച്ച്. ഇത്ര എല്ലാ സംഭവങ്ങളും നടക്കും. മുരുകവാന്റെ അനുഗ്രഹത്തിൽ ഇതെല്ലാം ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ തിരിച്ചടി തുടങ്ങും. ഈ ജനുവരി തൊട്ട് തിരിച്ചടിക്കും. എന്നിട്ട് May 1 അടുത്ത May 1 ആക്രിയാന്നോടത്തോട് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആവും. പിന്നെ ഭാരതത്തിനൊരു കുതിച്ച
കാലത്തിലേക്ക് പോവാണ്. അവിടെ ആ ടൈം യാഗം എന്ന് പറഞ്ഞ യാഗമാണ് അവസാനം ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അവിടെ എത്തുമ്പോൾ എന്തൊക്കെ നടക്കും എന്തായാലും ഭാരതത്തിലൊരു വലിയൊരു ഉയർച്ച, അതായത് ലോകത്തെ എന്നോട് ചിലർ ചോദിക്കും ഞാൻ എന്തുകൊണ്ട് ഭാരതം ഡീപ് സ്റ്റേറ്റ് ആവണം എന്ന് പറഞ്ഞു, ഭാരതം വിശ്വഗുരു ആവണു എന്തുകൊണ്ട് പറയുന്നില്ല. ഒരിക്കൽ ഭാരതം വിശ്വഗുരു ആയിരുന്നു ആയിരുന്നു അല്ല, അപ്പൊ ആ വാക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കില്ല? ഭാരതം ടോപ്പെത്തിയ വിശ്വഗുരു എന്നല്ല പറയേണ്ടത്, എന്തുകൊണ്ട് നെഗറ്റീവായ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും? ഞാൻ പറയുന്നത് ഭാരതം വിശ്വഗുരു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർത്ത് നിർത്തി ആ രീതി പറ്റില്ല. നമ്മള് ലോക സമസ്ത എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോ നമ്മള് പറഞ്ഞിരുന്നു, ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്നിട്ട് ചെയ്ത ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് ഇത് തോന്നിയില്ലല്ലോ ലോക സമസ്ത. അമേരിക്ക ഇത്രയധികം രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവരുടെ നയങ്ങൾ ഭീഷണി പ്രകാരം നടപ്പിലാക്കും, അവർക്ക് തോന്നണല്ലോ നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തലയിൽ വെക്കണമെന്നില്ല. നമ്മൾ ഡീപ് സ്റ്റേറ്റ് ആന്ന് പറഞ്ഞാൽ ഇവര് ചെയ്ത അതേ പണി തന്നെയാണ് നമ്മൾ ചെയ്യണത്. ലോകത്ത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും, ലോകത്ത് എന്ത് പോളിസി വരണമെന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പൊ ആ ഒരു പവറിലേക്കാണ് ഭാരതം മാറുന്നത്. അതാണ് ചാണക്യതന്ത്രം. ചാണക്യം എന്താ പറയുന്നത്, നമ്മുടെ രാജ്യത്തിന് എന്ത് വേണം അത് എന്ത് ചെയ്താലും അതാണ് നല്ലത്. അപ്പൊ അതിലേക്കാണ് ഭാരതം പോണത്. ആ ഒരു പവർഫുള്ളായ ഭാരതമാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഇനി ഉണ്ടാവുക. ഇപ്പൊ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് മുരുക ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മലകൾ കുന്നുകളും എല്ലാം കയറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വൈകാരികമായ ഒരു യാത്ര അത് ഏതായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും വൈകാരികമായി ഇന്നും ഓർത്തു വെക്കുന്ന ഒരു ഓർമ്മ ഏതായിരിക്കും? ഒരു 4-5 കൂടി പറഞ്ഞോട്ടെ, കാരണം ഒരേപോലത്തെ അനുഭവങ്ങളുള്ളത് കുറെ പറയാണ്ട്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ മാസം ഞാൻ ഒരു യാത്ര ചെയ്തു, അവിടുന്ന് തുടങ്ങാം ബാക്കിലേക്ക്. അതൊന്ന് അർമേനിയക്കായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മള് കുമാരികാണ്ഡ സമയത്ത് വിട്ടുപോയ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ വിട്ടുപോയ ഒരു ആൾക്കാരാണ് യസീദികൾ എന്ന് പറയുന്നത്. അത് ഇറാഖ് സൈഡിലുള്ളതാ. അതിന്റെ യസീദ് പറഞ്ഞാൽ യാസിദ്, തെക്കൊന്ന് സിദ്ധിച്ചവർ, അതാണ് അതിന്റെ അർത്ഥം. അവര് പ്രാർത്ഥിക്കുന്നത് മയിലിന്റെ മേലെ ഇരിക്കുന്ന ഒരു മാലാഖേനെയാണ്. ഇറാഖിന്റെ സൈഡിൽ ആലോചിച്ചാൽ മതി, ഇറാഖിലാണ് ആ ഒരു വിഭാഗം ഉള്ളത്. മയിലിന്റെ മേലേക്ക് മാലാഖ. അവരുടെ ISS തീവ്രവാദികൾ വന്നപ്പോൾ അവർക്ക് ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടു, വല്ലാത്ത ആക്രമണം. അത് നാദിയ മുറാദ് എന്ന് പറഞ്ഞ ഒരു ലേഡി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദി ലാസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞിട്ട്. അവർക്ക് നോബൽ സമ്മാനം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാ കഷ്ടപ്പാടുകൾ എത്ര ദുരിതം അനുഭവിച്ചു എന്നുള്ളതൊക്കെയാണ്. അത് ശരിക്കും പറയാ ഈ അടുത്ത് എനിക്ക് ഭഗവാന്റെ ഡയറക്ഷനിൽ അത് കണക്റ്റായി. അവര് കണക്റ്റായി. ഇപ്പൊ അവര് നമ്മുടെ യാഗത്തിന് വിളിക്കണം, നമ്മളെ താവോസ്റ്റുകൾ വിളിക്കണ പോലെ അവരെ വിളിക്കണം. പഴയതൊക്കെ കണക്ട് ചെയ്യിക്കുകയാണ്, പഴയ ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്യിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ഇതെടുക്കുക. ആ സമയത്താണ് ഒരു ന്യൂസ് വരുന്നത്, അവരൊരു വാക്ക് ഉപയോഗിച്ചു. തുർക്കി കുർദിഷ് മേഖലയിൽ താമസിക്കണ അവര് ആദ്യം കുർദിസ്ഥാൻ വേണം എന്നുള്ള ഒരു രാജ്യം വേണം എന്നുള്ള തർക്കം അവിടെ നിൽക്കുന്നുണ്ട്. കാർത്തിക്സ്ഥാൻ വേണം എന്നുള്ളൊരു വാക്ക് അവർ ഉപയോഗിച്ചു. അതായത് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയണ പോലെ കാർത്തിക്സ്ഥാൻ, അത് മുരുകാന്റെ സ്ഥലം. അപ്പൊ അവർക്കൊരു കണക്ഷൻ കുറച്ച് ആൾക്കാർക്കെങ്കിലും കിട്ടി ഈ മുരുകയുഗത്തിൽ. ഇപ്പൊ നടന്നതായി 6 മാസത്തിനുള്ളിലാണ് ആ ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ആ കണക്ഷനായി. അപ്പൊ എനിക്ക് ഭഗവാന്റെ ഡയറക്ഷൻ വന്നു, ഞാൻ അവിടെ പോകണം, അവർക്ക് മുരുകാന്റെ ഒരു ഫോട്ടോ കൊടുക്കണം, ആ ഒരു എനർജി കണക്ഷൻ ആരംഭിക്കണം. പിന്നെ അതിങ്ങനെ പടർന്നു പൊക്കോളും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചു. നോക്കുമ്പോൾ അവരുടെ മെയിൻ ടെമ്പിൾ ഇറാഖിലാണ്, ലാലിഷ് ടെമ്പിൾ എന്ന് പറയും. പക്ഷെ ഇറാഖിലേക്ക് ഇപ്പൊ പോണത് കുറച്ച് സേഫ് അല്ല. അപ്പൊ ഞാൻ അടുത്തൊരു ഓപ്ഷൻ നോക്കിയപ്പോൾ അർമേനിയയിലുണ്ട് രണ്ടാമത്തെ വലിയ ടെമ്പിൾ. അതാ. അപ്പൊ അവിടേക്ക് പോയി. അവിടെ എനിക്ക് ആരും പരിചയമൊന്നുമില്ല. അപ്പൊ എന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ അവിടെ ചെല്ലുക, എൻ്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു. അവിടെ ചെല്ലുക, അമ്പലത്തിൽ പോയി തൊഴുക, അടുത്ത ഒരാൾക്ക് നമ്മുടെ മുരുകാന മയിലുമേ ഇരിക്കുന്ന മുരുകാന ഫോട്ടോ കൊടുക്കുക. അതാണ് ഞാൻ അവിടെ അപ്പൊ നോക്കുമ്പോൾ 27 എന്ന് പറഞ്ഞ കഴിഞ്ഞ മാസം ഷഷ്ടി ദിവസം. അപ്പൊ അന്ന് അന്ന് പോവാന്ന് വിചാരിച്ച് തലേദിവസം അർമേനിയ എത്തി. ഈ അമ്പലത്തിൽ പോയി. വലിയ അമ്പലമാണ്, കുറെ പൂന്തോട്ടൊക്കെ ഉള്ള കുറെ മറ്റേ പണിക്കാർ നിൽക്കുന്നുണ്ട്. അമ്പലത്തിനുള്ളിൽ ഇപ്പൊ ആരും കാണാനില്ല. നോക്കുമ്പോൾ വലിയൊരു മയില് വെച്ചിട്ടുണ്ട്, പിന്നിലും ഉണ്ട് വലിയൊരു മയില്. അപ്പൊ ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഒരു ഫോട്ടോ എടുത്തു, നമ്മുടെ മുരുകാന്റെ ഫോട്ടോവും അപ്പുറത്ത് മയിൽ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്നു, ഒരു 4-5 പേര് വന്നു. അവരൊന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതമായ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഭഗവാൻ നമ്മളെ എത്തിക്കുക എന്ന് പറയില്ലേ. ഞാൻ ഇറാഖിലേക്ക് പോണോ എന്ന് വിചാരിച്ച് സംശയിച്ച് ഇവിടെ എത്തി. അപ്പൊ ഇവരെന്നോട് പറയാണ്, നാളെ പിറ്റേ ദിവസം ഈ അമ്പലം പ്രതിഷ്ഠിച്ചതിന്റെ വാർഷികമാണ്, ലോകത്തുള്ള എല്ലാ യസീദുകളും അവിടെ വരും, ഇറാഖിലത്തെ മെയിൻ പുരോഹിതനും അവിടെ വരുന്നത്. അതായത് ഭഗവാനെ നീ ഇവിടേക്ക് വന്നാൽ മതി, ലോകത്തുള്ള ആൾക്കാരെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞ പോലെ. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യണതല്ലേ. പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പോ 2000-3000 ആൾക്കാരുണ്ട്, ലോകത്തിന് പല യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും സകല സ്ഥലത്തു നിന്നും വന്ന ഇറാഖിൽ നിന്നും എല്ലാം വന്ന ആൾക്കാരുണ്ട്. ഞാൻ അവിടെ ചെന്നു, ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു.
ഒരു കൂട്ടം വന്ന് പൊതിഞ്ഞു. എല്ലാവരും ഈ ഫോട്ടോ എടുക്കുക, എന്തൊക്കെയാ അവരുടെ ഭാഷയിൽ പറയേണ്ടത്, ഉമ്മ വയ്ക്കുക, അടുത്ത ആൾക്ക് കൊടുക്കുക. പെട്ടെന്ന് ഞങ്ങളവിടുത്തെ വലിയ ആൾക്കാരെ ഞങ്ങളടുത്ത് കൂടുതൽ ഫോട്ടോ എടുക്കുക. അവസാനം മറ്റേ മെയിൻ പ്രീസ്റ്റ് ഇറാഖിൽ ആള് ഭയങ്കര സെക്യൂരിറ്റി ആള് വന്നു. ഞാൻ ഈ ഫോട്ടോ ആൾക്ക് കൊടുത്തു. ആള് കണ്ടപ്പോ കുറെ നേരം നോക്കി വന്നു. ആൾക്ക് ഭയങ്കര ഒരു ഇത് പറഞ്ഞ ആള് ഞാൻ ഇറാഖിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഫോട്ടോ ഇറാഖിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടണ തീർച്ചയായിട്ടും വലിയ ഭാഗ്യങ്ങളാണ്. വലിയൊരു അത്ഭുതങ്ങളും ഭാഗ്യങ്ങളാണ്. ഇതേപോലെ ഞാൻ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു ദിവസം, ഇത് വളരെ മുമ്പ് നടന്നതാ, ഒരു വട്ടം 2010 നടന്നതാ. ഭഗവാനുടെ രക്ഷം വന്നു. ശിവരാത്രി ദിവസം രാമേശ്വരത്ത് ചെല്ലുക, അഗ്നിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കുക, ശിവനെ പ്രാർത്ഥിക്കുക, രാത്രി പാതിരാത്രിക്ക്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പഴനിയിൽ വന്നു. പഴനിയിൽ അന്ന് സെന്തിലൊക്കെ രണ്ടുപേര് കൂട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കാറിൽ രാമേശ്വരത്തെത്തി. രാമേശ്വരത്തെത്തിയിട്ട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു. അപ്പൊ ഈ സ്ഥലം കിട്ടണം, അഗ്നിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലം. അപ്പൊ ഒരാൾ പറഞ്ഞു അഗ്നി തീർത്ഥം എന്നാണ് അവിടുത്തെ കടലിന് പേര് കിട്ടുന്നത്. ഞാൻ അതല്ല, അതിലൊരു വാചകം കൊണ്ടുണ്ട്, മനുഷ്യൻ ഭഗവാനിൽ എത്തിച്ചേരാൻ സ്ഥലം. അപ്പൊ അതിങ്ങനെ സംസാരിച്ചു. പെട്ടെന്ന് എനിക്ക് തോന്നി ശ്മശാനം എന്തെങ്കിലും വല്ലതും ഉണ്ടോ, കാരണം ശിവ ശ്മശാനായിട്ടുള്ളതല്ല. അപ്പൊ ഈ കടലിന്റെ അടുത്ത് കുറച്ചങ്ങോട്ട് പോയാൽ ശ്മശാനം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് രാത്രി ഒരു 11:30 കഴിഞ്ഞിട്ട് കേട്ടാ ഞങ്ങൾ ഇറങ്ങി. അമ്പലത്തിന്റെ അടുത്ത്, അമ്പലമൊക്കെ അടച്ചിട്ടുണ്ട്, കടലിന്റെ അടുത്ത് നിശബ്ദമാണ്, പിന്നെ ഫുള്ള് ഇരുട്ടാ. അവിടുന്ന് ഇങ്ങോട്ട് നടന്നു പോയി ഒരു അര കിലോമീറ്റർ നടന്നു പോയപ്പോ ശ്മശാനം കണ്ടു. ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഗേറ്റിന്റെ അവിടെ നിന്നു. കുറച്ചു നോക്കുമ്പോ ആരുമില്ല, ഫുള്ള് ഇരുട്ടാ. അപ്പൊ നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞ തിരിയുടെ സമയത്ത് അവിടുന്ന് ഒരു തീ കാണുന്നുണ്ട്. സെന്തിൽ പറഞ്ഞ അവിടെ ആരും ഇരിക്കുന്നുണ്ട് പറഞ്ഞു. വാതില് തള്ളിയിട്ട് അവിടെ ഉള്ളിൽ പോയി നോക്കുമ്പോ ഒരു അഘോരിച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്. ആള് ആവോ എന്താ വന്ന് ചോദിച്ചു ഹിന്ദിയിൽ. എനിക്ക് അത്ര ഹിന്ദി അറിയില്ല, സെന്തിലിനും അറിയില്ല, ഒപ്പമുള്ള ആൾക്കറിയാം. ആള് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഭഗവാന്റെ ഡയറക്ഷനിൽ ഇരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ആളെ എന്നെ അവിടുത്തെ ഇരുത്തി തലയോട്ടി വെച്ചു പാലൊഴിച്ചിട്ട് രാത്രിയിൽ ഒരു വലിയൊരു പൂജ അവരുടെ സ്റ്റേജിൽ. ആളെ ഓം എന്നൊക്കെ പറയുമ്പോ ഇവിടുന്ന പറഞ്ഞ സൗണ്ട്. ഒരുമിച്ച് 1 മണിക്കൂർ എന്നെ എടുത്ത് പൂജിച്ചു. ഞാൻ എന്നിട്ട് തിരിച്ച് ഹോട്ടലിൽ പോയി. പിറ്റേ ദിവസം കാലത്ത് നോക്കിയപ്പോ അവിടെ ആരുമില്ല. ഒരു ഭഗവാൻ ഒരാളെ കൊണ്ടെടുത്തിട്ട് ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ ഒരുപാട് മംഗോളിയയിൽ ഗോബി ഡെസർട്ടിനുള്ളിൽ പോയിട്ടുണ്ട്, റഷ്യയിൽ പോയിട്ടുള്ള അനുഭവം. അങ്ങനെ എൻ്റെ ആ ബുക്കിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ. മാലിദ്വീപിലുണ്ട്. അതിൽ മാലിദ്വീപിലും അർമേനിയയിലൊക്കെ പുതിയതാ, അത് അടുത്ത 2ാമത്തെ ബുക്കിൽ എഴുതുള്ളൂ. മറ്റേ കാര്യങ്ങളൊക്കെ ആ ബുക്കിലുണ്ട്. ഒരുപാട് അത്ര അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മള് എന്താ പറയാ, ഭഗവാൻ നമുക്ക് എപ്പോഴും അത്ഭുതങ്ങൾ തന്നുകൊണ്ടിരിക്കുക. ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് ആളുകളിലേക്ക് എത്തിക്കുമ്പോ നമുക്കറിയാം ഇന്ന് ഭയങ്കര റാഡിക്കലായി ചിന്തിക്കുന്ന ഒരു പറ്റം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു രജിത്ജി ഇത് കുറച്ചുകൂടി റിലേറ്റബിൾ ആയി ആളുകളോട് പറയുമ്പോൾ ആളുകൾ അത് കുറച്ചുകൂടി പെട്ടെന്ന് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവതലമുറ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയിലേക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നതിൽ അവരെ തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ ആത്മീയതയ്ക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയല്ലേ. അതിൽ 2-3 കാര്യമുണ്ട്. ഒന്ന് ഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഗുരു എന്ന് പറയാൻ പാടില്ല, ഗോഡ്മാൻ എന്ന് പറയാൻ പാടില്ല, ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, നയിക്കുന്ന ടീം. ഞാൻ ആ രീതിയിൽ നിന്നിട്ട് എപ്പോഴും സംസാരിക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ സാധാരണക്കാരുടെ ഭാഷ. ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, പാൻറ് ഷർട്ടും ടീഷർട്ടൊക്കെ. ഒരു രസമായിട്ടുള്ള കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് 3 ദിവസം ഞങ്ങൾക്ക് അവിടെ ടെന്റ് ഉണ്ടായിരുന്നു. 1000 പേർക്ക് 5 സ്റ്റാർ ഇതിൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. നമ്മുടെ എല്ലാമാർക്കും അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഘോഷയാത്രയായിട്ട് എല്ലാമാർക്കും കൊടി മുരുകാന്റെ പാട്ട്, തമിഴ് പാട്ട് വെച്ചിട്ട് ഘോഷയാത്രയായിട്ട് പോയി. അവിടുത്തെ ആൾക്കാരൊക്കെ ചുറ്റും കൂടി. അത് കാരണം ബാക്കിയുള്ളവർക്ക് നിശബ്ദമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് സ്നാനത്തിന് പോയി. അത് ഒരുപാട് ആൾക്കാർ കൂടി ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലാ ടെന്റുകളിലും അവരുടെ ഗുരുക്കന്മാരുടെ ഫോട്ടോകൾ വലിയ രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്റെ ടെന്റിൽ ഒരു ഫോട്ടോ എന്റെ ഉണ്ടാവില്ല, ഞാൻ വെക്കരുത്. ഞാൻ മുരുകന്റെ മലയാളത്തിന്റെ അല്ലാണ്ട് ഒരു ഫോട്ടോ ഞങ്ങളെ പരിപാടിക്ക് എന്റെ വെക്കാറേ ഇല്ല. അവിടെ അന്ന് നമ്മൾ തലേ ദിവസം വന്നിട്ട് ഈ 3 ദിവസത്തിന് മുമ്പത്തെ ദിവസം ഞാൻ അവിടെ എത്തി. അവിടെ 2-3 ആൾക്കാർ ടെന്റുകൾ സന്ദർശിക്കാൻ വരും. കാരണം അവർ ചുമതലയുള്ള ഓഫീസേഴ്സ്, ഓരോ എങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ. അവര് വന്നിട്ട് നിങ്ങളുടെ ഗുരുജി ആരാന്ന് പറയുമ്പോൾ ഞാനും വെറുമുടി ടീഷർട്ട് ഇട്ടിട്ട് മറ്റേ ഇത് വിരിക്കുക. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണില്ല ഇതാണ് ഗുരുജി. അപ്പൊ നമ്മളെപ്പോഴും ആൾക്കാരോട് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് യുവാക്കൾക്ക് നമ്മളോട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു പീഠത്തിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാത്തവരെ. അപ്പൊ നമ്മുടെ ഭാഷ നോർമൽ ആയതുകൊണ്ടും നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇതായതുകൊണ്ടും കൂടുതൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് എല്ലാ മാർക്കിലേക്ക് പോകാൻ സഹായിച്ചിട്ട് വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
ആ പുസ്തകത്തിലെ ഇത് 3 കൊല്ലം കൊണ്ട് ഇപ്പൊ 14ാമത്തെ പതിപ്പിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് റിലേറ്റീവ് ചെയ്തു തീർച്ചയായിട്ടും. എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എത്ര ആൾക്കാർ എന്നെ വിളിച്ച്, ഞാൻ നേരത്തെ പറയാം, ലാലേട്ടനെ പോലും വിളിച്ച് എന്നോട് സംസാരിച്ച് അതിനുശേഷം നല്ലൊരു ബന്ധമായി മാറി. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്ന് അവരൊക്കെ ഇത് വായിച്ചിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ആ പുസ്തകം ഇത്രയധികം 3 കൊല്ലത്തിനുള്ളിൽ ഇത്ര പതിപ്പായത്. അപ്പൊ നമ്മൾ പറയുന്നതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ എന്തു പറയാ അത് ആൾക്കാരിൽ എത്തിച്ചേരും എന്നുള്ളതിന്റെ ഒരു ഇതാണ്. തീർച്ചയായിട്ടും. അല്ലാണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്പിരിച്വൽ ഒരു മാസ്റ്റർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എനിക്കില്ല. കാരണം എനിക്ക് വേദങ്ങൾ അറിയില്ല, പുരാണങ്ങൾ അറിയില്ല, മന്ത്രങ്ങൾ അറിയില്ല, ഒന്നും എനിക്കറിയില്ല. എനിക്ക് മുരുക എന്ന് വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ആ വിളിക്കണതിൽ ഒരു ആത്മാർത്ഥതയുണ്ട്, സത്യസന്ധതയുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലാവണോണ്ടാണ് ആൾക്കാർ നമ്മുടെ ഒപ്പം തോളോട്, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് തോളോട് തോൾ ചേർന്ന്, അതായത് ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തമല്ല, ഞാൻ അവർ തോളോട് തോൾ ചേർന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചെയ്യുന്നത്. ഇപ്പോ ഒരുപാട് പേരിലേക്ക് ഇത്തരത്തിൽ മുരുക ഭഗവാൻ സന്ദേശങ്ങൾ എത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെ ഇത്തരത്തിലൊരു ആത്മീയ പാതയിലേക്ക് അല്ലെങ്കിൽ ഒരു നാഷണലിസം എന്ന് പറയുന്ന വലിയൊരു പെർസ്പെക്റ്റീവിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വ്യക്തിപരമായി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷം വന്ന് സംസാരിക്കുന്നവരുണ്ടോ? തീർച്ചയായും അത് നമ്മൾ ഒരുപാട് പേര് നമ്മളോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. എനിക്ക് ഫോൺ വിളിച്ചാൽ എടുക്കാൻ പറ്റില്ല, അത്രയത് കൊടുക്കും. മെസ്സേജുകൾ അയക്കാനാണ് വാട്സപ്പ് ചെയ്യാറ്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആരുടെ 1 രൂപ പോലും വാങ്ങാറില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ചെയ്യണത് അവരോടും പറയാറുണ്ട്, എന്റെ കഴിവല്ല, നിങ്ങൾ തരുന്ന പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ വെക്കുക എന്നുള്ള പണി മാത്രമേ എനിക്കുള്ളൂ. അതായത് നിങ്ങൾ പറയുന്നു ഭഗവാനെ ഒരു കാര്യം നോക്കിയോണം എന്ന് പറഞ്ഞാൽ ഞാൻ പാദത്തിൽ വെക്കും, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിൽ ഒരു കഴിവില്ല. ഭഗവാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അത് ആളുടെ തീരുമാനമാണ്. പക്ഷെ അങ്ങനെ ഒപ്പിട്ട് കിട്ടിയ കുറെ ആൾക്കാരുണ്ട്. ഒരു 96% ഞാൻ കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല, ഒരു 4% കിട്ടാത്തവരും ഉണ്ടാവും, പല കാരണങ്ങളായിരിക്കും. പക്ഷെ 96% കിട്ടാറുണ്ട്. ഞാൻ ആരുടെ നിന്നും കാശ് വാങ്ങാറില്ല. അവരെന്നെ വിളിച്ചിട്ട് നന്ദി പറയുമ്പോൾ സന്തോഷം എന്നല്ലാണ്ട് പറയാം. അപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഭഗവാന്റെ ഡ്യൂട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, അതാണ് അത് നിങ്ങളുടെ ദൗത്യമാണ്, അത് നിങ്ങൾ ചെയ്യുക, അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട. പിന്നെ അപ്പൊ അവര് കാണുന്നത് അത് പറയുമ്പോൾ പിന്നെ അവര് കാണുന്നത് രാഷ്ട്രസേവന, മുരുകവാന്റെ അവരൊരു മുരുകവാന്റെ പടയാളികളിൽ ഒരാളായിട്ട് മാറുകയാണ്. അപ്പൊ ഈ ദൗത്യം അവരുടെ ദൗത്യം കൂടി ആയിട്ട് വരികയാണ്, എന്റെ ദൗത്യമല്ല, അവരുടെ ദൗത്യം കൂടി ആവാണ്. അപ്പൊ അതൊരു ടീം വർക്ക് ആവാണ്. ആ ടീം വർക്കിലാണ് എപ്പോഴും എല്ലാം മാർക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സംഘടനയാണ് ഇത്, എന്റെയും കൂടി കാര്യമാണ്. ഞാൻ അവരോട് എപ്പോഴും പറയും, നമ്മൾ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ബട്ടർഫ്ലൈ എഫക്റ്റ് മാതിരിയാണ്. ചെയ്യുമ്പോൾ ചെറുതാ തോന്നും, പക്ഷെ അതിന്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് ഈ ചരിത്രത്തിൽ സംഭവിക്കുകയാണ്. അപ്പൊ അവിടെ അത് നടക്കണ്ടെങ്കിൽ നിങ്ങളും അതിലൊരു കല്ലെടുത്ത് വെച്ച ആളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ തിരിഞ്ഞു നിന്നിട്ട് പറയാം, എനിക്കും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഭാഗമായിരുന്നു എന്ന് പറയാം. അപ്പൊ ആ ഒരു സംതൃപ്തി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരും ഒരു ടീം വർക്കിന്റെ ഭാഗമാണ്. ആ ടീം വർക്കാണ് എല്ലാം മാർക്കയുടെ ശക്തി. അല്ലെങ്കിൽ ഒരിക്കലും അത് തന്നെ മുന്നോട്ട് പോവില്ല. ബാബാ സാഹിച്ചിട്ട് ഒരു ടീം വർക്കായിട്ട് പോണത് കൊണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതിന്റെ എനർജി മനസ്സിലാവുന്നുണ്ട്, സംതൃപ്തി കിട്ടുന്നുണ്ട്, അതിന്റെ ഒരു സുഖം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എല്ലമാർക്കിക്ക് വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുക. ഒരാളെ നിങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരില്ല. ഞാൻ ആരോട് പറയണു, ഒരാളെ നിർബന്ധിക്കരുത്. ഞാൻ ആരോട് ചേരാൻ പറയാറില്ല. എല്ലാം മറ്റേ പരിപാടി ഉണ്ടല്ലോ, 4 പേരെ നീ ചേർക്കുക, അത് 4 പേര്, ആ പരിപാടി നമ്മുടെ സിസ്റ്റത്തിലില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാം. ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അപ്പോഴും വാതിൽ തുറന്നിരിക്കാൻ നിങ്ങൾക്ക് പോവാം. ഒരാൾ പോകുമ്പോഴും എന്തിനാ പോണേന്ന് നിങ്ങളുടെ പിന്നാലെ വന്നിട്ട് ഒരാൾ ചോദിക്കില്ല. പോവാനും വരാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു കപ്പലാണ്, ആ കപ്പലിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. ഒരു പോർട്ടിലെത്തുമ്പോൾ കുറച്ച് പേര് ഇറങ്ങും, കുറെ ആൾക്കാർ കയറും. അടുത്ത പോർട്ടിലെത്തുമ്പോൾ അതിൽ കുറച്ച് ഡ്യൂട്ടി കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങും, വീണ്ടും കയറും. പക്ഷെ കപ്പല് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ അനുഗ്രഹം, അതാണ് എന്റെ ബേസ്. മുരുക ഭഗവാൻ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ജീവിതത്തിൽ അത് കൂടെ ഉണ്ട് എന്ന് തോന്നിയ ഒരു നിമിഷം എന്തായിരിക്കും? അതുള്ളൂ, അല്ലെങ്കിൽ ഞാനില്ല. ഞാൻ ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത് ആള് പിന്നിലുണ്ടെന്ന് ധൈര്യത്തില. നമ്മള് അഭ്യാസം കാണിച്ചിട്ട് എങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോ എന്തെങ്കിലും പ്രശ്നം ഞാൻ വേഗം ബാക്കിൽ വന്ന് നിൽക്കും, ആളുടെ അടുത്ത് വന്ന് നിൽക്കും, അവിടെ നിന്നിട്ടുള്ള അഭ്യാസം കാണിക്കുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അധികം ആൾക്കാരെ കൂട്ടി ഈ സംഭവങ്ങൾ നടക്കുന്നു, ആൾക്കാരുടെ അഭിനന്ദനങ്ങൾ, ഇതൊക്കെ കിട്ടുന്നത് ആളുള്ളതുകൊണ്ടാ. അപ്പൊ ആളുടെ മുമ്പിൽ നിന്ന് കാണിക്കണ അഭ്യാസ പ്രകടനങ്ങളാണ്. എന്തൊക്കെയാണ് LMRKയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇനി എന്തൊക്കെ യാഗങ്ങളും അല്ലെങ്കിൽ പരിപാടികളുമാണ് വരാനിരിക്കുന്നത്? അഗ്നിയാഗം അടുത്തത്, അത് നടക്കണം. അത് തടസ്സപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ താടി നടക്കണം, സഹായിച്ച്.
അത് കഴിഞ്ഞ് ടൈം യാഗം പറഞ്ഞിട്ടുണ്ട്, അന്താരാഷ്ട്ര മുരുക സമ്മേളനം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ എന്തെന്നുള്ളത് ആ സമയത്ത് അദ്ദേഹം തീരുമാനിക്കും. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടത്താറില്ല. അദ്ദേഹം പറയുന്ന ഡ്യൂട്ടി ചെയ്യുക, ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് മടങ്ങി പോകും, നിങ്ങൾ ഒപ്പം നിന്നിട്ട് അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി പോകും. അടുത്ത ഡ്യൂട്ടി കിട്ടുമ്പോൾ അവരെ വിളിക്കും. ഇപ്പൊ ലോകത്ത് ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഓരോ സ്ഥലത്തൊരു പ്രോഗ്രാം ഉണ്ടാവാറില്ല. ലോകത്ത് നിറയെ ആൾക്കാരുണ്ടെങ്കിലും ഉണ്ടാവില്ലേ, ഒരു ഡ്യൂട്ടിക്ക് എല്ലാവരും കൂടി ചേരും. അത് കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു പോകും. അടുത്ത ഡ്യൂട്ടിക്ക് വീണ്ടും അവർ വരും, തിരിച്ചു പോകും. ഇത് ആ ഒരു രീതിയാണ്. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടി അഗ്നിയാഗം, ടൈം യാഗം, മുരുക കോൺഫറൻസ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതനുസരിച്ച്. ഈ അഗ്നിയാഗത്തിന് ശേഷം ഭാരതം ഏതൊരു ലെവലിലേക്ക് മാറും എന്നാണ് തോന്നുന്നത്? ഭാരതത്തിന്റെ ശത്രുക്കളൊക്കെ തകർന്നു തരിപ്പണം. ഭാരതം പിന്നെ അതിന്റെ ഈ പറയാ ഏറ്റവും ടോപ്പ് ലെവലുണ്ടല്ലോ, ലോക നേതാവ്, ആ അതിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കും. അതിൽ എത്രത്തോളമായിരിക്കും മോദിജിയുടെ പങ്ക്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 2013 മുരുകയുഗം ആരംഭിച്ച് കഴിഞ്ഞ അടുത്ത വർഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി. പാർലമെന്റ് 2020 മുരുകയുഗ സമയത്താണ്. പാർലമെന്റിൽ അദ്ദേഹം ഉപയോഗിച്ച മയൂര തീം സീറ്റിന്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാരതത്തിനൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് മുമ്പ് തൊട്ടേ. അത് അശോക ചക്രവർത്തി 9 പേരെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അശോക ചക്രവർത്തിയുടെ കയ്യിൽ 9 ബുക്ക് ഉണ്ടായിരുന്നു. ബുദ്ധമതം സ്വീകരിക്കണ മുമ്പ് അത് 9 പേർക്ക് കൊടുത്തു. ആധുനിക ഭാരതത്തില് അവരുടെ സ്വാധീനം ഭയങ്കര ശക്തമാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഇത്രയധികം ഹിന്ദുക്കളും ഹിന്ദു ബിംബങ്ങളും ഉണ്ടായിട്ട് ഭാരതത്തിലെ പ്രധാന ബിംബങ്ങളൊക്കെ ബുദ്ധമത ബിംബങ്ങളാണ്. അശോക സ്തംഭം, അശോക ചക്രം, അത് ചെയ്ത ഡോക്ടർ BR അംബേദ്കർ പോലും അവസാനം ബുദ്ധമതത്തിലേക്ക് എത്തി. അപ്പൊ ഭാരതം 2 ആണവ പരീക്ഷണം നടത്തി. ഒന്ന് ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു കോഡ്, രണ്ടാമത്തത് ബുദ്ധ പൂർണിമയിലായിരുന്നു. ഒന്ന് ഇന്ദിരാഗാന്ധി ഉള്ളപ്പോഴും ഒന്ന് വാജ്പേയി ഉള്ള രണ്ട് ഗവൺമെന്റാ. അപ്പൊ ഈ ഒരു കണക്ഷൻ ഇതുണ്ട്. ഈ ഒരു സമയത്ത് ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ് ശക്തമാവുമ്പോൾ ഇവരുടെ സ്വാധീനം പവർഫുൾ ആവും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മോദിജി പാർലമെന്റിൽ വെച്ച അശോക സ്തംഭത്തിന്റെ ഗർജനമായിട്ട് മാറ്റിയത്. പുതിയത് വെച്ചപ്പോ സിംഹം ചിരിക്കല്ല, ഗർജിക്കല, അത് ചെറിയൊരു ചേഞ്ച് വരുത്തിയത്. ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പ്രധാന റോളുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും LMRKയുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ. ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്താനും ഭാരതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കട്ടെ. സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹം. ഓം ശരണ ഭവായ നമഃ. ജയ് പൈനേടവ, ജയ് ഭാരത്.